സിനിമാ സെലിബ്രിറ്റികളുടെ ദാമ്പത്യ ജീവിതം എപ്പോഴും പരസ്യമായ ഒന്നാണ്. അതുപോലെ ദാമ്പത്തിക ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തി കയറാറുമുണ്ട്. സെലിബ്രിറ്റികളുടെ വിവാഹവും സൗന്ദര്യപ്പിണക്കങ്ങളും ഗർഭകാലയളവും പ്രസവകാലയളവും ഡിവോഴ്സ് തുടങ്ങി അവരുടെ ഓരോ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയ തെരഞ്ഞുപിടിച്ച് പോകാറുണ്ട്. അത് പരസ്യമാക്കുന്നതിനും അവർക്ക് മടിയില്ല. അത് മിക്കപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്കും ചെന്നെത്താറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തമിഴ് സിനിമാ നടനും നിർമ്മാതാവുമായ ദിലീപൻ പുകഴേന്തിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യയായിരുന്ന അതുല്യ പാലക്കൽ. ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഭയന്നാണ് അയാളിൽ നിന്ന് ഓടി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതെന്നും ഇപ്പോൾ ആ വ്യക്തി തന്നെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണെന്നും ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിലൂടെ അതുല്യ പറഞ്ഞു. നടൻ ദിലീപനുമായി കഴിഞ്ഞ വർഷമായിരുന്നു അതുല്യ പാലക്കലിന്റെ വിവാഹം. എന്നാൽ അധികം വൈകാതെ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായി. അതുല്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ദിലീപൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അതുല്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുല്യയും കുടുംബവും കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്നുമായിരുന്നു ദിലീപന്റെ ആരോപണം. പിന്നാലെ ചില പോസ്റ്റുകളിലൂടെ ദിലീപിന് മറുപടി പറയാൻ അതുല്യ ശ്രമിച്ചിരുന്നു. നിലവിൽ ദിലീപിനെതിരെ ഡിവോഴ്സ് അടക്കമുള്ള കേസുകൾ അതുല്യ നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ദിലീപിനെതിരെ ചില നിർണായക വെളിപ്പെടുത്തലുമായി അതുല്യ ലൈവ് വീഡിയോയിൽ എത്തിയത്. ദിലീപൻ എന്ന വ്യക്തി തന്നെയും കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇത്രയും കാലം മിണ്ടാതിരുന്നത് കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ടും ആരോഗ്യപരമായി വയ്യാഞ്ഞതുകൊണ്ടുമാണെന്നും അതുല്യ പറയുന്നു. ആ വീട്ടിൽ അതുല്യയുടെ അവസ്ഥ അത്രയും മോശമായിരുന്നെന്നും അതിന് തന്റെ കയ്യിൽ തെളിവായി പല വീഡിയോകൾ ഉണ്ടെന്നും അതൊക്കെ താമസിയാതെ പുറത്തു വിടുമെന്നുമാണ് അതുല്യ ഇപ്പോൾ പറയുന്നത്. ആ തെളിവുകൾ പുറത്തു വന്നാൽ ദിലീപൻ തീർച്ചയായും കുടുങ്ങും. ശാരീരികവും മാനസികവുമായി അതുല്യയെ ദിലീപ് ഉപദ്രവിച്ചു. ഫോൺ ഉപയോഗിക്കാൻ ആകുമായിരുന്നില്ല. വീട്ടുകാർ വിളിച്ചാൽ ദിലീപ് ബ്ലോക്ക് ചെയ്തു വെക്കും. ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചു. ദിലീപ് അറിയാതെ ദിലീപിന്റെ സഹോദരിയുടെ ഫോണിൽ നിന്ന് അതുല്യയുടെ അനുജത്തിയുടെ ഫോണിലേക്ക് വിളിച്ചാണ് എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയുന്നത്. പോലീസും അഭിഭാഷകനും പാർട്ടി അംഗങ്ങളുമൊക്കെയായാണ് അതുല്യയുടെ വീട്ടുകാർ കൂട്ടാനായി എത്തിയത്. അങ്ങനെയാണ് തിരിച്ച് കോഴിക്കോട്ട് എത്തിയത്. ഡൊമസ്റ്റിക് വയലൻസിന് അതുല്യ കേസ് കൊടുത്തിട്ടുണ്ട്. 25 ലക്ഷം രൂപ അതുല്യയുടെ സഹോദരൻ ചോദിച്ചുവെന്നും അത് നൽകാത്തതുകൊണ്ടാണ് വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയതെന്നുമാണ് ദിലീപൻ ആരോപിച്ചിരുന്നത്. അതുല്യയുടെ ചേട്ടൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ദിലീപൻ അറിയേണ്ടത് ഈ തുക എവിടെ നിന്ന് കിട്ടിയെന്നാണ്. അതുല്യയുടെ അമ്മ സിംഗിൾ മദറാണ്. എന്നാൽ ദിലീപന്റെ കാഴ്ചപ്പാടിൽ സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ മോശം രീതിയിൽ കാശുണ്ടാക്കുന്നു എന്നാണ്. അമ്മയ്ക്ക് എവിടെ നിന്നാണ് പണം? വേറെ പരിപാടിക്ക് പോയതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ദിലീപൻ നിരന്തരമായി അതുല്യയോട് ചോദിക്കുന്നത്. സിംഗിൾ മദർ വേശ്യയാണെന്നും അവരുടെ മക്കളും ആ രീതിയിലാകും പോവുകയെന്നും ഇയാൾ അതുല്യയോട് പലവട്ടമായി പറഞ്ഞു. അതുല്യയെയും വീട്ടുകാരെയും തമ്മിൽ തല്ലിക്കാൻ ഇയാൾ മാക്സിമം ശ്രമിച്ചു. ഇമോഷണൽ ഫൂൾ എന്ന് വിളിച്ച് നിരന്തരം ടോർച്ചർ ചെയ്തു. ഒരു പെണ്ണ് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാമായിരുന്നു വിവാഹത്തിന് മുമ്പ് ഇയാൾ. അതിൽ അതുല്യ വീണു പോവുകയായിരുന്നു. എന്നാൽ ആ വീട്ടിൽ ചെന്നതോടെ ദിലീപന്റെ ശരിക്കുമുള്ള മുഖം പുറത്തു വന്നു. പരമാവധി ഉപദ്രവിക്കുകയും അടിച്ച ശേഷം നാട്ടുകാരെയും വീട്ടുകാരെയും കാണിക്കാൻ മേക്കപ്പ് ഇട്ട് വരാൻ പറയുകയും ചെയ്യും. ദിലീപന്റെ ഫോളോവേഴ്സിനെയും എക്സ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെയും കാണിക്കാൻ വേണ്ടി നല്ല ഫോട്ടോയും വീഡിയോയും എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിലൂടെ എക്സ് റിലേഷൻഷിപ്പിന്റെ പേരും പറഞ്ഞാണ് ദിലീപൻ ഉപദ്രവിക്കുന്നത്. വിവാഹത്തിനു മുമ്പേ അതെല്ലാം അതുല്യ പറഞ്ഞിരുന്നു. ലിപ്സ്റ്റിക് ഇടാൻ ആകില്ല, ഡ്രസ്സ് ധരിക്കുന്നതിൽ വരെ പ്രശ്നങ്ങളാണ്. ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ വേശ്യ എന്നാണ് ദിലീപൻ പറയുന്നത്. ഷോർട്സ് ധരിച്ചതിന് മുറ്റത്ത് വെച്ച് അത് ഊരി വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ സഹികെട്ടാണ് ബന്ധത്തിൽ നിന്നും അതുല്യ ഇറങ്ങിപ്പോരുന്നത്. ഡെലിവറിയുടെ സമയത്തു പോലും അതുല്യ ദിലീപന്റെ ടോർച്ചറിങ്ങിലായിരുന്നു. കുഞ്ഞ് ദിലീപന്റെ അല്ല എന്നും DNA ടെസ്റ്റ് നടത്തണമെന്നൊക്കെയായിരുന്നു ദിലീപൻ പറഞ്ഞിരുന്നത്. 3-ാം മാസത്തിലൊക്കെ ഉപദ്രവമായിരുന്നു. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതുല്യ പില്ലോ വയറിൽ വെച്ച് അമർത്തി പിടിക്കുമായിരുന്നു. വ്യക്തിപരമായി ദിലീപൻ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുകയല്ലാതെ നേരിട്ട് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, മോജ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയയായ താരമാണ് അതുല്യ പാലക്കൽ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിന് ഏറെ ആരാധകരുമുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ദിലീപൻ പുകഴേന്തി നടനും സംവിധായകനും നിർമ്മാതാവുമാണ്.
2023 തമിഴിൽ റിലീസ് ചെയ്ത യവൻ എന്ന സിനിമ ദിലീപൻ സംവിധാനം ചെയ്തു. ഈ ചിത്രത്തിൽ നായകനായി എത്തിയതും ദിലീപൻ തന്നെയാണ്.